ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്ന് നിഫ്റ്റി കാണാം. നിങ്ങൾക്ക് ഒരുപാട് മുകളിലേക്ക് പോയത് 500-600 റേഞ്ചിലേക്കൊക്കെ എത്തിയതൊക്കെ നിങ്ങൾക്ക് കാണാം. ഏകദേശം ഇന്നത്തെ ഹൈ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഏകദേശം 25,611 ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്റ്റഡി ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യേണ്ടായി HDFC ബാങ്കിൻ്റെ ചാർട്ടും അതുപോലെ തന്നെ ഏഷ്യൻ പെയിൻറ്റിൻ്റെ ചാർട്ടും ഇട്ടിട്ട് ഈ രണ്ട് സ്റ്റോക്കുകൾ ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്താൽ പോലും ഏകദേശം 25,600 25,800 എന്ന് എത്താനായിട്ട് അധികം അത് 26 വരെ എത്താനും നമുക്ക് തള്ളിക്കളയാനാവില്ല എന്നുള്ളത്. അപ്പോൾ അത് ഏകദേശം നമുക്ക് പറഞ്ഞ പോലെ തന്നെ അത് സംഭവിച്ചു. അപ്പോൾ പക്ഷേ പലരുടെയും പോർട്ട്ഫോളിയോയിൽ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പൊക്കെ കൂടുതലുള്ള കാരണം നിങ്ങളെടുത്ത പല സ്റ്റോക്കുകളും താഴേക്ക് വരുന്നതായിട്ട്, മികച്ച സ്റ്റോക്കുകൾ തന്നെ താഴേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഈ സമയത്തായിരിക്കും നമുക്ക് പാനിക്കായിട്ട് നഷ്ടങ്ങൾ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോവുക, ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സന്ദർഭത്തിലേക്ക് ആയിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കൂടുതൽ ആൾക്കാർ മാർക്കറ്റിലേക്ക് പണമായിട്ട് ഒഴുകും. മെയിനായിട്ട് പുറമെയുള്ള FPIs മെയിനായിട്ട് അവർ ഒഴുക്കാനായിട്ട് ഓൾറെഡി അവർ ഒരുപാട് ഒഴുക്കിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ ഒഴുക്കാനാണ് സാധ്യത കൂടുതൽ. കാരണം അവർക്ക് അവിടെ നിക്ഷേപിക്കണ ഇൻട്രസ്റ്റ് ആ ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതൽ നമുക്ക് ഇതിൽ കിട്ടും എന്നുള്ള ഒരു ചിന്തയില്ല. അപ്പോൾ എന്ത് ചെയ്യും? മികച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഈ ഒരു റാലിയിൽ നല്ലതും പൊട്ടയായിട്ടുള്ള ഒരുപാട് സ്റ്റോക്കുകൾ മുകളിലേക്ക് പോയിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഡിഫൻസ് ഒക്കെ എത്രയാണ് മുകളിലേക്ക് പോയിട്ടുള്ളതെന്നൊക്കെ. അതിപ്പോൾ എത്രയാണ് പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ ബുക്ക് ചെയ്ത ആൾക്കാരൊക്കെ അതൊക്കെ അവർ നല്ല പ്രോഫിറ്റ് ആയപ്പോഴാണ് അവർ കുറച്ച് ബുക്ക് ചെയ്ത് ആ ഒരു താഴെ പ്രൈസിലെത്തുന്നത്. അപ്പോൾ അട്രാക്റ്റീവ് വാല്യുവേഷനിലുള്ള സ്റ്റോക്കുകൾ മേടിക്കാനായിരിക്കും പുറമെയുള്ള ആൾക്കാർക്ക് താല്പര്യം. അപ്പോൾ എന്ത് ചെയ്യും? അവർ അങ്ങനത്തെ സ്റ്റോക്കുകളുടെ ഒരു ഡിമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുകളിലേക്ക് അവർക്ക് കടത്തി അത് പോകാനായിട്ട് അവർ വിടില്ല. അവർ ചാക്കിട്ടിട്ട് താഴെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നമ്മൾ ഈ വമ്പൻ സ്രാവുകളുടെ പോലെ ചിന്തിക്കണം. ഏറ്റവും താഴേക്കിടയിൽ നമ്മൾ ഞങ്ങൾക്ക് തീറ്റിയിട്ട് കൊടുത്ത് വരുത്തിയിട്ട് പിന്നെ നമ്മൾ കുറച്ച് നാൾ വെയിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഗുണം കിട്ടുക. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ശരിക്കും. കാരണം മാർക്കറ്റ് ഇത്ര ഹൈ ആയിട്ടും നിങ്ങളുടെ കയ്യിലുള്ള പല സ്റ്റോക്കുകളൊന്നും മുകളിലേക്ക് പോയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അപ്പോൾ മുകളിലേക്ക് പോയി തന്നെ നല്ലൊരു 10-30% കറക്ഷനൊക്കെ വന്നിട്ടുണ്ടാവും. അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഓൾറെഡി ഒരു നല്ല റേഞ്ചിൽ നിൽക്കുമ്പോൾ നമ്മൾ കുറച്ച് ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്ത് ശീലമില്ലാത്തവർക്ക് ഇതൊക്കെ ഒരു പാടാണ്. നമ്മൾ ബുക്ക് ചെയ്തതിന് ശേഷം കുറച്ച് പൈസ റിസർവ് വെച്ചിട്ട് വേണം ഇങ്ങനത്തെ ഓരോ ഡിപ്പിൽ നമുക്ക് ആഡ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് ബുദ്ധിപരമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാര്യം ഉണ്ടാവുള്ളൂ, എന്തെങ്കിലും മിച്ചം പിടിക്കാനുണ്ടാവുള്ളൂ. പിന്നെ അപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് അത് മാത്രം താഴെ വരുന്നത് ഇത് അങ്ങനെയല്ല. മൊത്തത്തിലുള്ള ആ ഒരു മിഡ് ക്യാപ്പ് മൊത്തത്തിൽ ഇങ്ങനെ താഴെ വരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ആക്ടിവിറ്റീസ് അവർ ചാക്കിട്ട് പിടിക്കാനായിട്ട് അങ്ങനെ നല്ല സ്റ്റോക്കുകൾ ചെറിയ വിലയ്ക്ക് കിട്ടാനായിട്ടുള്ള പരിശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാണ് അത്. അപ്പോൾ അതിലെ വീക്കർ ഹാൻഡ്സ് ആയിട്ടുള്ള ആൾക്കാർ വിറ്റ് ഒഴിഞ്ഞ് അവരത് നല്ല സ്റ്റോക്കുകൾ പിടിച്ച് അങ്ങനെ പോകും. അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കി ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഇടിവിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാരുടെ മാത്രം നിങ്ങൾ റെക്കമെൻഡേഷൻ ഒക്കെ സ്വീകരിക്കുക. എൻ്റെ സ്റ്റഡി, എൻ്റെ കാര്യങ്ങൾ ഞാൻ ഫോളോ ചെയ്യണ കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു സ്റ്റഡി ചാനൽ വഴി ഞാൻ ഷെയർ ചെയ്യണമെന്ന് മാത്രം, ഒരു റെക്കമെൻഡേഷനോ കാര്യങ്ങളോ ഒന്നല്ല. അപ്പോൾ മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യണ സമയത്ത് ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് എന്താവും? അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയും. അപ്പോൾ അവിടെ ഫെഡ് കുറയ്ക്കുമ്പോൾ ഇവിടെ RBIയും കുറയ്ക്കും. അപ്പം നമ്മൾ എടുക്കണ ആ ഒരു കടത്തിന് നമ്മളിപ്പോൾ കൊടുക്കണ ഇൻട്രസ്റ്റ് ആവില്ല, അതിനേക്കാളും വളരെ കുറഞ്ഞായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ എന്താവും? ആൾക്കാർ കൂടുതൽ കടം എടുക്കാനായിട്ട് ശ്രമിക്കും. ശ്രമിച്ചിട്ട് അത് മെയിനായിട്ട് ഗുണം ചെയ്യുക ഇൻഫ്രാസ്ട്രക്ചർ അങ്ങനെയൊക്കെ. കാരണം അവർക്ക് ചെറിയൊരു പലിശ നിരക്കിലാണ് അവർക്ക് ഏകദേശം നല്ലൊരു തുക അങ്ങനെ കിട്ടുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ ബിസിനസ്, അവരുടെ കാര്യങ്ങളൊക്കെ നടത്താനും എല്ലാത്തിനും സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ ഇങ്ങനത്തെ സ്റ്റോക്കുകളൊക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കുറച്ച് ശ്രദ്ധിക്കാനായിട്ട്. അപ്പോൾ നോക്കുക, മാൻ ഇൻഫ്ര ഇതിൻ്റെ ഫണ്ടമെൻ്റൽസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ ചാർട്ട് നോക്കുക. ഏകദേശം ഒരു 169 റേഞ്ച് പിടിക്കുക. ഇവിടെ എത്തില്ല, അത് നമ്മുടെ അടുത്ത വിഷയം. അത് നമുക്ക് അറിയില്ല, നമുക്ക് അത് എത്തില്ല എന്നുള്ളത്. കാരണം അതൊക്കെ അവരെടുക്കണ ഓരോ ഇതിനനുസരിച്ചിരിക്കും. അപ്പോൾ നമ്മളൊരു ടാർഗറ്റ് ഇടാം. അതായത് 171 നമ്മുടെ ടാർഗറ്റാണ്. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ അത് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ
എത്ര എത്ര തുക ഞാൻ നിക്ഷേപിക്കണം, അങ്ങനെ ഇത് 171 വരുന്ന സമയത്ത് എനിക്ക് എത്ര എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ ക്യാപിറ്റലിൻ്റെ 10% എങ്ങനെ പറ്റും, ഈ ഒരു രീതിയിലൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് ആവാൻ. ഇപ്പോൾ കാണാം നിങ്ങൾക്ക് ഏകദേശം ഒരു എന്താ പറയുക നല്ല സെല്ലിങ്ങിൻ്റെ ഒരു പ്രഷർ നടക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലും ഇവിടെ ഏകദേശം സപ്പോർട്ട് എടുത്ത് അവൻ നിൽക്കുകയാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാലും മൾട്ടിപ്പിൾ ടൈംസ് 170 റേഞ്ചിലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കും അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള അവിടെ എത്തുന്ന സമയത്ത് ബിഗ് ഷാർക്ക് ഇറങ്ങിയിട്ട്, അതായത് വമ്പൻ സ്രാവുകൾ ഇറങ്ങിയിട്ട് അതിനെ ചവിട്ടി പൊന്തിക്കാനായിട്ട് നിങ്ങൾ അത് ശ്രമിക്കും. അതേപോലെ തന്നെ ഒരു പ്രൈസ് ആക്ഷൻ നിങ്ങൾക്ക് കാണാം ഇതിൽ ഫോം ചെയ്തേക്കുന്നത്. നേരെ ഇതിൻ്റെ ട്രെൻഡ് ഇത് ഇവിടെ നിന്ന് വരച്ച് കഴിഞ്ഞാൽ കാണാം പ്രൈസ് ആക്ഷൻ. അപ്പോൾ അതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽസ് മാൻ ഇൻഫ്രയുടെ നോക്കുക. 7000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു നല്ലൊരു കമ്പനി, ഒരു 30ൻ്റെ താഴെയാണ് പി റേഷ്യോ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റുള്ള ഫണ്ടമെൻ്റൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പെഗ് റേഷ്യോ ഒക്കെ വളരെ ഇതാണ്. പിയട്രോസ്കി അടിപൊളിയാണ്. കറണ്ട് റേഷ്യോ അത്യാവശ്യം കുഴപ്പമില്ലാത്തതുണ്ട്. അതിൻ്റെ ക്യാഷ് ആൻഡ് ഈക്വലൻ്റ് ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്തതുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കുക. ലാസ്റ്റ് ക്വാർട്ടറിൽ എങ്ങനെയാണ് അവർ പെർഫോം ചെയ്തത്. അപ്പോൾ ജൂണിനെ അപേക്ഷിച്ച് സെയിൽസിൽ വളരെ മാറ്റം കുറവാണ്. അപ്പോൾ അതിൻ്റെ ആ കഴിഞ്ഞ ഇയർ ഓൺ ഇയർ പെർഫോമൻസ് അനുസരിച്ച് മോശമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ കുറച്ച് ബെറ്ററാണ്. അപ്പോൾ തന്നെ നമ്മൾ എന്നിട്ട് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ അതിൻ്റെ ഒരു ലോങ് പീരീഡ് 2013 തൊട്ടുള്ളത് എടുക്കുക. എന്നിട്ട് അതിൻ്റെ പെർഫോമൻസ് നമ്മൾ വിലയിരുത്തുക. എത്രയാണ്, എങ്ങനെയാണ് അതിൻ്റെ പ്രോഫിറ്റിലുള്ള മാറ്റങ്ങൾ, കാര്യങ്ങളെന്നൊക്കെ നമ്മൾ നോക്കുക. എന്നിട്ട് നമുക്ക് ഓക്കെ ആണെങ്കിൽ ബാലൻസ് ഷീറ്റ് നമ്മൾ നോക്കുമ്പോൾ കാണാം അതിൻ്റെ സർപ്ലസിൽ, റിസർവ് സർപ്ലസിലുള്ള മാറ്റം, ബാറോവിങ് അവർ കുറച്ച് ഏത് ലെവലെത്തിയിട്ടുണ്ട്, അതിൻ്റെ ക്യാഷ് ഫ്ലോ എങ്ങനെയാണ് ഓപ്പറേറ്റിങ്ങിൽ ലാസ്റ്റ് 3 years ആയിട്ട് ഒക്കെ വന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം പ്രൊമോട്ടേഴ്സൊക്കെ എത്ര ശതമാനം സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്, FISൻ്റെ ആക്ടിവിറ്റി, DISൻ്റെ, ഇതൊക്കെ നിങ്ങൾക്ക് നോക്കിയതിന് ശേഷം നിങ്ങൾക്കത് തീരുമാനം എടുക്കാം. മുകളിൽ നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ബിസിനസ് എന്താണ്, ഇതിൻ്റെ ബിസിനസ് മോഡൽ എന്താണ്, ഈസിയായിട്ട് നിങ്ങൾക്ക് വായിച്ചെടുക്കാനും എല്ലാത്തിനും കഴിവുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ആയിട്ടുള്ള 170 വരുന്ന സമയത്ത് നിങ്ങൾ ആക്ട് ചെയ്യണോ കാര്യങ്ങളൊന്നും നിങ്ങൾ ഡിസൈഡ് ചെയ്യുക എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ആഡ് ഓൺ ടിപ്സ്, അതായത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇങ്ങനത്തെയുള്ള മാർക്കറ്റിൽ നിങ്ങൾ ഒരു ബൾക്ക് ബൈ ഒന്നും ഒരിക്കലും നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ടെൻഷനായിരിക്കും. അതായത് കുറച്ച് കുന്നിക്കുരു പോലെ കയറ്റി വയ്ക്കാനാണ് നിവർത്തിയുള്ളൂ. അതുപോലെ തന്നെ KNR കൺസ്ട്രക്ഷൻ എൻ്റെ ഫേവറേറ്റ് സ്റ്റോക്കാണ്. ഞാൻ വിചാരിക്കുന്നത് KNR നല്ലൊരു ഞാൻ 240 ആ റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തത്. അതിനുശേഷം ഇത് ഏകദേശം 410 പോയി. എനിക്ക് നല്ലൊരു പ്രോഫിറ്റ് തന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് സ്റ്റേക്കൊക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. പ്രൊഫഷണൽ റീട്രേസ്മെൻ്റ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏകദേശം ഇതിൻ്റെ മുന്നത്തെ ആ ഒരു കട്ട് ചെയ്തിട്ടുള്ള ഏരിയയിൽ 320 താളം പിടിക്കുന്നുണ്ട്. ഞാൻ വിചാരിക്കുക എനിക്ക് ഏറ്റവും ഇഷ്ടം ഇത് ഏകദേശം എനിക്കൊരു 380 റേഞ്ചിൽ വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നല്ല ഒരു പ്രൈസ്, വീക്കിലിയിൽ ഒരു നല്ല സപ്പോർട്ട് 100 EMA എടുക്കുന്നത് ഏകദേശം ആ ഒരു റേഞ്ചിൽ കാണാം നിങ്ങൾക്ക് 280. അപ്പോൾ നമ്മുടെ ഇതുപോലെയല്ല, കാരണം നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റോക്കുകളൊക്കെ താഴെ വരുമ്പോൾ കൂടുതലും ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്കും ഫ്യൂച്ചർ നല്ല അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം KNRൻ്റെ ഒരു ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അതിൻ്റെ പി റേഷ്യോ വാല്യുവേഷനൊക്കെ നോക്കുക. അട്രാക്റ്റീവാണ് അതിൻ്റെ വാല്യുവേഷനൊക്കെ. അതിൻ്റെ കയ്യിൽ അവരുടെ ക്യാഷിൻ്റെ പെഗ് റേഷ്യോ, പിയട്രോസ്കി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. ഡെറ്റ് റേഷ്യോ ഇതൊക്കെ നോക്കുക. ബാലൻസ് ഷീറ്റിലൊക്കെ നോക്കുക. ബാലൻസ് ഷീറ്റിലൊക്കെ നോക്കുമ്പോൾ അവരുടെ കാണാം കഴിഞ്ഞ വർഷം ഡെറ്റ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് എന്താ സെല്ലിംഗ് പ്രഷറൊക്കെ ടോപ്പിൽ നിന്ന് വന്നു. സർപ്ലസ് ഒക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട്. ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം നിങ്ങൾക്ക് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏകദേശം 30% സ്റ്റേക്ക് അതിൻ്റെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. FIS ഒക്കെ ഏകദേശം 8% ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ നല്ലൊരു ബിസിനസ് ആവുമെന്നൊക്കെ വിചാരിക്കണം ഒരു തരക്കേടില്ലാത്തൊരു സ്റ്റോക്ക്. അപ്പോൾ അത് നന്നായി പഠിക്കുക. നല്ല ഡെപ്തിൽ ഇറങ്ങി എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അവരെ കാണാം ഇയർ ഓൺ ഇയർ പെർഫോമൻസ് ഒക്കെ നിങ്ങൾ നോക്കി കാണാം. അവരുടെ പ്രോഫിറ്റിലുള്ള ജമ്പിങ്, EPSലുള്ള ഇതൊക്കെ നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് ഇത് പെർഫോം ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ KNRനെ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ സൂക്ഷിക്കാനായിട്ട് ഫ്യൂച്ചറിൽ ലോങ് ടൈമിലേക്കായിട്ട് ചിന്തിക്കുക. മാൻ ഇൻഡസ്ട്രീസ് ഇതെന്ന് പറയുന്നത് ഒരു പൈപ്പ് ലൈൻ, ഗ്യാസ് പൈപ്പ് ലൈൻ, പിന്നെ അതിൻ്റെ വേസ്റ്റ് വാട്ടറിൻ്റെ ഒരു സപ്ലൈ ബിസിനസ്, ഇങ്ങനത്തെ അറാംകോൻ്റെ പ്രൊജക്റ്റുകൾ, ഇങ്ങനെ ഒരുപാട് ഗ്രീൻ എനർജി, ഇതേപോലത്തെ ഒരുപാട് ബിസിനസ്, മൾട്ടി ബിസിനസ് ഹാൻഡിൽ ചെയ്യണ ഒരു ഇതാണ് മാൻ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഇതിൽ ഏകദേശം കാണാം ഒരു ഡൈവർജൻസ് ക്രിയേറ്റ് ചെയ്ത് ഒരു ഏകദേശം M പോലെ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് ആക്ഷൻ അതിൻ്റെ ഒരു ലോല് അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചത് അതേപോലെ തന്നെ പോണ ഒരു ഇതാണ് കണ്ടെക്കുന്നത്. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ മേടിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 330 വരെ കാത്തിരിക്കേണ്ടി വരും. നിങ്ങൾ അതിൻ്റെ ചാർട്ടൊക്കെ നോക്കുക. ഒരു മൾട്ടി ഇയർ ബ്രേക്ക് ഔട്ടൊക്കെ കഴിഞ്ഞിട്ടുള്ള സ്റ്റോക്കാണ്. ഏകദേശം ഒരു 250 ലെവലിൽ ഹൈ വോളിയം നിങ്ങൾക്ക് കാണാം.
അതേപോലെ തന്നെ ഈ ഏകദേശം ഈ റേഞ്ചിൽ, അതായത് 326 ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ ഒരു സപ്പോർട്ട് മൾട്ടിപ്പിൾ ടൈംസ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് സൂം ചെയ്ത് കാണിക്കാം. ഈ സംഭവം കണ്ട ഏകദേശം 326 റേഞ്ചിൽ മൾട്ടിപ്പിൾ ടൈംസ് എടുത്തിട്ടാണ് പിന്നെ വീണ്ടും അതിൻ്റെ ഹൈ ക്രിയേറ്റ് ചെയ്തത് 500+. ഇപ്പോൾ ഏകദേശം നല്ല ഇപ്പോൾ കാണാം വോളിയം കയറി പോകുമ്പോൾ നല്ല വോളിയത്തോട് കൂടിയിട്ട് വോളിയം വളരെ കുറവ് മാത്രമാണ് സെല്ലിങ്ങിൽ, വീക്കർ ഹാൻഡ്സ് പോകുന്നതാണ്. ഫ്യൂച്ചറിൽ നമുക്ക് ഒരുപാട് റിട്ടേൺ തരാൻ സാധ്യതയുള്ള ഇങ്ങനത്തെ സ്റ്റോക്കുകളൊക്കെ നന്നായി പഠിക്കുക. ഡെപ്തിൽ ഇറങ്ങിയിട്ട് നിങ്ങൾ പഠിച്ച് നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുക. ബ്ലൈൻഡായിട്ട് ആരിനെയും അല്ലെങ്കിൽ ഒന്നിനെയും നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. 2000 കോടി മാർക്കറ്റ് ക്യാപ്പ്, ഏകദേശം 30-ന് താഴെ പി റേഷ്യോ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഡെറ്റ് ഇക്വിറ്റി വളരെ കുറവാണ്. നല്ല അടിപൊളിയാണ്. കറണ്ട് റേഷ്യോ ഒക്കെ പിയാട്രോസ്കി അവരുടെ ക്യാഷ് ബാലൻസ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അവസാനം അവരുടെ പെഗ് റേഷ്യോ 1-ന് മുകളിലാണ്. എന്നാൽ പോലും നമുക്ക് അതിൻ്റെ മറ്റുള്ള ഫണ്ടമെൻ്റൽസൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഓക്കെയാണ്. അതിൻ്റെ ബിസിനസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഏകദേശം ഇവരുടെ ഏതൊക്കെയാണ് ഇവരുടെ ഒരു കോമ്പറ്റേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കുക. ക്വാർട്ടർലി റിസൾട്ടുകൾ നോക്കുക. കഴിഞ്ഞ ജൂണിനെ അപേക്ഷിച്ച് കൂടുതലാണ്, എന്നാലും മറ്റുള്ള ക്വാർട്ടറിനെ അപേക്ഷിച്ച് കുറച്ച് കുറവാണ്. അപ്പോൾ അത് കാരണം സെല്ലിംഗ് പ്രഷറൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ 2013 തൊട്ടുള്ള അവരുടെ പെർഫോമൻസ് നോക്കുക. ഇതേപോലെ തന്നെ അവരുടെ പ്രോഫിറ്റുള്ള ജമ്പിങ്, EPS-ലുള്ള വർധനവ് അങ്ങനെ നോക്കുക. ബാലൻസ് ഷീറ്റ് നോക്കുക. ബാലൻസ് ഷീറ്റിൽ നോക്കുക അവരുടെ സർപ്ലസ് കൂടിയാണ് വരുന്നത്, ഡെറ്റ് എങ്ങനെയാണ് അവർ ഹാൻഡിൽ ചെയ്യണത്, അവരുടെ ക്യാഷ് ഫ്ലോ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഏകദേശം അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് പാറ്റേൺ, ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ കാര്യങ്ങളൊക്കെ നോക്കുക. ബിസിനസ് എന്താണെന്ന് പഠിക്കുക. അപ്പോൾ ഇതിൻ്റെ ബെസ്റ്റ് പ്രൈസിൽ പരമാവധി നിങ്ങൾ അതുവരെ കാത്തിരുന്നാൽ നിങ്ങൾക്ക് അത്രയ്ക്കും റിട്ടേൺ നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഈ കുറച്ചായിട്ട് മേടിക്കുന്ന സ്ട്രാറ്റജിയാണ് നമ്മൾ അതിനെ ഇങ്ങനത്തെ ഈ ഒരു അവസരത്തിലൊക്കെ പരിഗണിക്കേണ്ടത്. ഇതൊക്കെ ഇങ്ങനത്തെയുള്ള സന്ദർഭങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതുകൊണ്ട് ഇതൊന്നും അവസാനമല്ല. ഇതൊക്കെ നിങ്ങൾക്ക് ഭാവിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ലോങ് ടൈമിന് വേണ്ടി ചിന്തിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് റിട്ടേൺ. ഷോർട്ട് ടൈമിന് ഞാൻ അതൊന്നും പറയാറില്ല, അതൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല. കാരണം അതൊക്കെ വേസ്റ്റാണ്, മനസ്സിലായ? അതൊക്കെ അത്രയ്ക്ക് നമുക്ക് കിട്ടും. നമുക്ക് 5-10% നല്ല സ്കില്ലുള്ള ആൾക്കാർക്കൊക്കെ കിട്ടും. പക്ഷേ നമ്മൾ ചെറിയ ക്യാപിറ്റലുള്ള ആൾക്കാർ എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് കുറച്ചൊരു നല്ലൊരു എമൗണ്ടിലേക്ക് എത്തിച്ചിട്ട് നല്ല വലിയ ഇൻവെസ്റ്റേഴ്സിൻ്റെ പോലെ ആവാനായിട്ടൊക്കെ ശ്രമിക്കും. അപ്പോൾ US മാർക്കറ്റൊക്കെ ഞാൻ കുറച്ച് നേരത്ത് നോക്കിയപ്പോൾ ഒക്കെ അപ്പായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഏകദേശം ഗിഫ്റ്റ് നിഫ്റ്റിയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പെർഫോം ചെയ്തിട്ടാണ് നിൽക്കുന്നത്. നാളെ കാലത്ത് മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഏത് സ്റ്റോക്ക് ആയി കഴിഞ്ഞാലും നിങ്ങൾ ഒരു 3 തവണകളായിട്ട് അതിൻ്റെ ഫണ്ടമെൻ്റൽസ് മനസ്സിലാക്കിയിട്ട് ഒരു ക്യാപിറ്റലിൻ്റെ 10% വളരെ ഒരു പക്വതയോട് കൂടിയിട്ട് നിങ്ങൾ മാർക്കറ്റിനെ കൈകാര്യം ചെയ്യും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.